എൻ്റെ ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ ഒരു വീഡിയോ പോയി കാണണം. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. എന്താണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു 2 കോമ്പൗണ്ട്സിനെ കാണിക്കാം. ആ കോമ്പൗണ്ട്സ് നിങ്ങൾ നോക്കിയിട്ട് ഞാൻ എഴുതിയേക്കുന്ന 2 കോമ്പൗണ്ട്സ് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാനിവിടെ 2 കോമ്പൗണ്ട്സിനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇങ്ങനൊരു കോമ്പൗണ്ട്, സെക്കൻഡ് വൺ ഇങ്ങനൊരു കോമ്പൗണ്ട്. നിങ്ങൾ ഈ 2 കോമ്പൗണ്ട്സിനെയും നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഫസ്റ്റ് കോമ്പൗണ്ട് പോലെയാണോ സെക്കൻഡ് കോമ്പൗണ്ട്? അല്ല, അല്ലേ? ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. അതായത് ഒരു വളവുമില്ല, തിരിവുമില്ല, നേരെ, അല്ലേ, നേരെ പോകുന്ന ഒരു കോമ്പൗണ്ടാണ് ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത്. എങ്കിൽ സെക്കൻഡ് നോക്കിക്കേ, ഈ സെക്കൻഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണോ? അല്ല. ഇതിൽ ഒരു CH3 ഗ്രൂപ്പ് ഹാങ് ചെയ്ത് നിൽപ്പുണ്ട്, അല്ലേ? ഒരു CH3 ഗ്രൂപ്പ് ഇതിൽ ഹാങ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു കോമ്പൗണ്ട് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ താഴേക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് പോലെ, ശാഖ പോലെ നിൽപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എങ്ങനെയാണ് പേരിടേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് കോമ്പൗണ്ട്സിനെ നമുക്ക് രണ്ട് രീതിയിലാണ്, ഇത് രണ്ടും തമ്മിൽ രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്, സെക്കൻഡ് വൺ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു കോമ്പൗണ്ടിനെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരു കോമ്പൗണ്ടിന് നമ്മൾ പേരിടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്, അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. 1 2 3 4 5. ഓക്കെ, 5 കാർബൺ ആറ്റം ഉണ്ട്. 5 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് പദമൂലം. 5 കാർബൺ ആറ്റം വരുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്, ബ്യൂട്ട്, പെന്റ്. ഓക്കെ, പെന്റ് എന്നാണ് ഇതിൻ്റെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം വരുന്നത്. ഇനി രണ്ടാമത്തെ റൂൾ എന്താണ്? രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ വരുന്നത് ഏത് തരം ബോണ്ടാണ് അല്ലെങ്കിൽ ഏത് രാസബന്ധനം ആണ്? ഡബിൾ ബോണ്ടാണോ, സിംഗിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ വരുന്നത് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഈ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ഒരു സിംഗിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ആൽക്കെയിൻ ആണ്. കണ്ടോ, ഇതൊരു ആൽക്കെയിൻ ആണെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക, അതിൻ്റെ വേർഡ് റൂട്ട് ഇടുക. അങ്ങനെ നമ്മൾ പെന്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ബോണ്ടിങ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇതൊരു ആൽക്കെയിൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പേര് ചെയ്യേണ്ടത്? നമ്മൾ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിനോട്, അതായത് വേർഡ് റൂട്ടിനോട് ഒരു എയിനും കൂടെ ചേർക്കണം. അപ്പോൾ വേർഡ് റൂട്ട് നമ്മൾക്ക് കിട്ടി, പെന്റ് ആണ്. പെന്റിൻ്റെ കൂടെ ഒരു എയിനോട് ചേർക്കുമ്പോൾ നമ്മൾക്ക് പെൻറ്റെയിൻ ആയി. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ചെയിനിൻ്റെ പേര് നമ്മളിട്ടു പെൻറ്റെയിൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ടിന് IUPAC നെയിമിംഗ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
ഫസ്റ്റ് വൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കുക. ആൽക്കെയിൻ ആണോ അല്ലെങ്കിൽ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ. ആൽക്കെയിൻ ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും, ആൽക്കീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും, ആൽക്കൈൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം. ഇനി ഇപ്പോൾ നമ്മൾ എഴുതിയതാണ് പെൻറ്റൈൻ, ഇതാണ് സ്ട്രെയിറ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്രാഞ്ച്, അതായത് ഇങ്ങനെ ബ്രാഞ്ചസ് ഉള്ള കോമ്പൗണ്ടിന് എങ്ങനെ പേര് കൊടുക്കാം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്താണ് ബ്രാഞ്ച്, എന്താ ബ്രാഞ്ച് എന്ന് പറയുന്നത്? ഒരു ശാഖയുള്ള ഒരു ആൽക്കെയിനുകളുടെ നാമകരണം. നമുക്കിപ്പോൾ ഒറ്റ ഒരു ബ്രാഞ്ച് മാത്രമുള്ള ആൽക്കെയിൻസിൻ്റെ പേരിടലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ബ്രാഞ്ച്? ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ആൽക്കെയിൻ, നമുക്കൊരു ആൽക്കെയിൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ആൽക്കെയിനിൽ ഒരു ബ്രാഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. ഓക്കെ, ആൽക്കെയിൻസിൽ വന്നിരിക്കുന്ന ബ്രാഞ്ചസിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്സ്. നമ്മൾ എങ്ങനെയാണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? എങ്ങനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൽക്കെയിൻസിൽ നിന്നും എങ്ങനെ ആൽക്കൈൽ ആയി? ഓക്കെ, നിങ്ങൾ നോക്കി, ആൽക്കെയിൻ, അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ആൽക്കെയിൻ എഴുതുകയാണ്. ഏതാണെന്ന് നോക്കുവാണേ, CH4. ഓക്കെ, CH4 എന്ന് പറയുന്നത് ഒരു ആൽക്കെയിൻ ആണ്. അപ്പോൾ ഈ ആൽക്കെയിൻ്റെ പേരെന്താണ്? ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം. ഓക്കെ, ഹൈഡ്രജൻ എത്രയുണ്ട്? 4 ഹൈഡ്രജൻ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽക്കെയിനെ കണ്ടുപിടിക്കുന്ന ഒരു ജനറൽ ഫോർമുല എന്തായിരുന്നു? CnH2n+2. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ആൽക്കെയിൻ ആണെന്നുള്ളത്. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണ ഇവിടെ 1 അല്ലേ? ഒന്നിൻ്റെ ഇരട്ടി, അതായത് ഒന്നിൻ്റെ ഇരട്ടിയോട് 2 കൂട്ടുമ്പോഴാണ് ഹൈഡ്രജൻ്റെ എണ്ണം വരുന്നത്. ഒന്നിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പം 2, 2നോട് 2 കൂട്ടുമ്പോൾ 4. അപ്പോൾ ഇതൊരു ആൽക്കെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ആൽക്കെയിൻ്റെ പേരെന്താണ്? ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ വരുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്താണ്? മെത്ത് അല്ലേ? മെത്ത്. ഓക്കെ, ഇവിടെ ആൽക്കെയിൻ ആയതുകൊണ്ട് പ്ലസ് എയിൻ എന്ന് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഇതാണ് മീഥെയ്ൻ. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് മീഥെയ്ൻ അല്ലേ? ഇതൊരു മീഥെയ്ൻ ആണ്. ഇനി നോക്കി, ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിച്ചു CH4 എന്നും പറഞ്ഞ ഒരു കോമ്പൗണ്ട് എഴുതി, അത് മീഥെയ്ൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഈ CH4 മീഥെയ്ൻ. ഇനി ഞാൻ ഈ CH4ൽ നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഈ CH4ൽ നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? പിന്നെ 3 ഹൈഡ്രജൻ അല്ലേ? CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ 3 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ CH3 ആയി. ഓക്കെ, ഇങ്ങനെ ഒരു ആൽക്കെയിനിൽ നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തുണ്ടാകുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ CH4 എന്ന് പറയുന്ന മീഥെയ്നിൽ നിന്ന്, അതായത് ആ മീഥെയ്ൻ എന്ന് പറയുന്ന ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് CH3 ആക്കി മാറ്റി. അപ്പോൾ ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പായി മാറി. അങ്ങനെയുള്ള മീഥെയ്നിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് CH3 ആയി മാറുന്നതിനെയാണ് മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താണ്? മീഥൈൽ ഗ്രൂപ്പ്. മനസ്സിലായോ? ആൽക്കെയിനിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തുണ്ടാവുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH4 എന്ന് പറയുന്നത് മീഥെയ്ൻ എന്ന ആൽക്കെയിൻ ആണ്. അങ്ങനെ CH4ൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് CH3 ആയി മാറി. ഇതിനെയാണ് നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? CH4ൽ നിന്ന് ഒരു ഹൈഡ്രജനെ നമ്മൾ
റിമൂവ് ചെയ്തു, ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് അത് CH3 ആയി മാറി. ഓക്കെ, ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് അത് CH3 ആയി മാറി. ഇങ്ങനെയുള്ള ഇത് മീഥെയിൻ ആയതുകൊണ്ട് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് 3 ഹൈഡ്രജനായി മാറിയപ്പോൾ ഇതൊരു മീഥൈൽ ഗ്രൂപ്പായി. മനസ്സിലായോ? മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, മീഥൈൽ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ CH3 ഒരു മീഥൈൽ ഗ്രൂപ്പാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു ആൽക്കേനെ പരിചയപ്പെടാം. CH3 C2H6. ഇതൊരു ആൽക്കെയിൻ ആണല്ലോ. ഇതിന്റെ ജനറൽ ഫോർമുല വെച്ച് നിങ്ങൾക്ക് ഒരു ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായല്ലോ. രണ്ടിന്റെ ഇരട്ടിയോട് 2 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഹൈഡ്രജന്റെ എണ്ണമെങ്കിൽ അതൊരു ആൽക്കെയിൻ ആണ്. 2നോട് 2 കൂട്ടുമ്പോൾ 4, 4 + 2 6. അപ്പോൾ ഇതൊരു ആൽക്കെയിൻ ആണ്. ഈ ആൽക്കെയിനിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ആൽക്കെയിൻ്റെ പേരെന്താണ്? ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതേതാണ്? വേർഡ് റൂട്ട് എന്താണ്? എത്താണ് അല്ലേ? എത്ത് പ്ലസ് ഇത് ആൽക്കെയിൻ ആയതുകൊണ്ട് എയിൻ. സോ ഇത് ഈഥെയിൻ ആണ്. ഈഥെയിൻ. മുമ്പേ നമ്മൾ മീഥെയിനാണ് പഠിച്ചത്, ഇത് നമ്മൾ ഈഥെയിൻ. ഓക്കെ, 2 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഈഥെയിൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഈ ഈഥെയിനിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ, അതായത് 6 ഹൈഡ്രജൻ ഉള്ള ഈഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് ഞാൻ C2H5 ആക്കി മാറ്റി. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പായി മാറി? മീഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തപ്പോൾ മീഥൈൽ ഗ്രൂപ്പായി. അങ്ങനെയാണെങ്കിൽ ഈഥെയിനിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് പോയപ്പോൾ എന്തായി മാറിയത്? അതാണ് ഈഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഈഥൈൽ ഗ്രൂപ്പ്. മനസ്സിലായോ? ഈഥെയിനിൽ നിന്ന്, അതായത് C2H6 എന്ന് പറയുന്ന ഈഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് C2H5 ആക്കി മാറ്റിയപ്പോൾ അതൊരു ഈഥൈൽ ഗ്രൂപ്പായി മാറി. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഇപ്പം മീഥൈൽ ഗ്രൂപ്പ് ആയി, ഈഥൈൽ ഗ്രൂപ്പായി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, ഇത് ഏത് കോമ്പൗണ്ടാ? ഓക്കെ, ഇനി അടുത്ത ഞാനൊരു കോമ്പൗണ്ട് തന്നിരിക്കുന്നതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിക്കേ. 3 കാർബൺ ആറ്റം അല്ലേ? 3 കാർബൺ ആറ്റവും 8 ഹൈഡ്രജൻ ആറ്റവും. ഓക്കെ, 3 കാർബൺ ആറ്റം വരുമ്പോൾ ഇതിന്റെ വേർഡ് റൂട്ട് എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്. ഓക്കെ, ഇതൊരു ആൽക്കെയിൻ ആയതുകൊണ്ട് നമ്മൾക്ക് ഇതിന്റെ കൂടെ എയിൻ ചേർത്ത് പ്രൊപ്പെയിൻ ആയി. ഇനി ഈ ഹൈഡ്രജനിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണ്. അതായത് C3H8 എന്നുള്ള പ്രൊപ്പെയിൻ എന്ന ആൽക്കെയിനിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് C3H7 എന്ന് പറയുന്ന ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആക്കി മാറ്റി. പ്രൊപ്പൈൽ ഗ്രൂപ്പ് കണ്ടോ? പ്രൊപ്പൈൽ. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് പഠിച്ചു, ഈഥൈൽ ഗ്രൂപ്പ് പഠിച്ചു, പ്രൊപ്പൈൽ ഗ്രൂപ്പും പഠിച്ചു. അപ്പോൾ ഒരു ആൽക്കെയിനിൽ നിന്നും ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അങ്ങനെ ഒരു മീഥെയിൻ ആൽക്കെയിനിൽ നിന്നും ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ മീഥൈൽ ഗ്രൂപ്പായും, ഈഥെയിൻ ആൽക്കെയിനിൽ നിന്നും ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ ഈഥൈൽ ഗ്രൂപ്പായും, പ്രൊപ്പെയിൻ ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ അത് പ്രൊപ്പൈൽ ഗ്രൂപ്പായി മാറുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ 3 ഗ്രൂപ്പ്സ് ആണ് പഠിച്ചത്. മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്, പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പ്സ് ആയിരിക്കും നിങ്ങൾക്ക് ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 3 ഗ്രൂപ്പ്സ് ആണ് നിങ്ങൾക്ക് ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട് നമുക്ക് പേരിടാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ഗ്രൂപ്പ്സ് നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.